ഹായ്, എല്ലാവർക്കും A to Zന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതിൽ പറയാൻ പോകുന്നത് കേരളത്തിൽ സഹകരണ മേഖലയിലൊക്കെ സഹകരണ സംഘങ്ങളിലും സഹകരണ ബാങ്കുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ 2024 വേണ്ടിയിട്ടുള്ള സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏകദേശം 200ഓളം ഒഴിവുകളിലേക്ക് ക്ലർക്ക് ഓർ ക്യാഷ്യർ ഉണ്ട്. അതുപോലെ തന്നെ സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, അക്കൗണ്ടന്റ്, പിന്നെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട്, ഇതുവരെ ഓൺലൈനായിട്ടൊന്നും തപാൽ മാത്രമായിരുന്നു അപേക്ഷിക്കാനുണ്ടായിരുന്നത്. ഇപ്പോൾ വൺ ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റും. ചില തസ്തികകളിലേക്ക് ക്ലർക്ക് ക്യാഷ് തസ്തികയിലേക്ക് ഓഫ്ലൈനിൽ തപാൽ വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. നമുക്കേതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ കേരള സർക്കാരിന് കീഴിൽ സഹകരണ മേഖലയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഇത് വന്നത് 20/12/2023 ഗസറ്റിലാണ്, വിജ്ഞാപനമാണ് വന്നിരിക്കുന്നത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പറയുകയാണെങ്കിൽ 31/1/2024 വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് ഇത് തപാൽ മുഖേന അല്ലെങ്കിൽ ഓൺലൈനായിട്ടും അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിലേക്ക് നിയമന രീതി നേരിട്ടുള്ള നിയമനമായിരിക്കും. പരീക്ഷാ ബോർഡ് നടത്തുന്ന OMR പരീക്ഷ ഉണ്ടാവും, അല്ലെങ്കിൽ എഴുത്തു പരീക്ഷയുടെ അടിസ്ഥാനത്തിലും നേരിട്ട് ഇന്റർവ്യൂ വഴിയും ആയിരിക്കും ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്. അതിൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് വിവിധ സഹകരണ സംഘങ്ങൾ ഉണ്ടാവും, അതുപോലെ സഹകരണ ബാങ്കുകൾ ഉണ്ടാവും. അവിടെ ആയിരിക്കും റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അപ്പോൾ അതിലേക്ക് ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ 11/2023 കാറ്റഗറി നമ്പറിൽ വന്നിരിക്കുന്നത് സെക്രട്ടറി ഒഴിവുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. ഡിഗ്രി വിത്ത് HDC ആൻഡ് BM ആണ്. അതുപോലെ തന്നെ ഇതിലേക്ക് എക്സ്പീരിയൻസും വേണം. പിന്നെ അല്ലെങ്കിൽ BSc കോർപ്പറേഷൻ ബാങ്കിങ് ഉള്ളവർക്കും ഇതൊക്കെ അപ്ലൈ ചെയ്യാം. പിന്നെ മാസ്റ്റർ ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓർ MCOM ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ BCOMും അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഏതെല്ലാം സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ സഹകരണ ബാങ്കുകൾ ഒഴിവുകളുള്ളത് എന്ന് വ്യക്തമായിട്ട് PDF-ൽ കൊടുത്തിട്ടുണ്ട്. താഴെ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്കത് ഓരോന്നും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിൽ പിന്നെ പറഞ്ഞിരിക്കുന്നത് കാറ്റഗറി നമ്പർ 12/2023 അസിസ്റ്റന്റ് സെക്രട്ടറി, അതുപോലെ മാനേജർ ഓർ ചീഫ് അക്കൗണ്ടന്റ് ഒഴിവിലേക്ക്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് 50% മാർക്കിൽ കുറയാതെ ലഭിച്ച ഒരു അംഗീകൃത സർവകലാശാല ബിരുദം, സഹകരണ ഹയർ ഡിപ്ലോമയും കേരള സംസ്ഥാന സഹകരണ യൂണിയന്റെ HDC അല്ലെങ്കിൽ HDM ആൻഡ് BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ്ങിന്റെ HDC അല്ലെങ്കിൽ HDCM അല്ലെങ്കിൽ വിജയകരമായി പൂർത്തിയാക്കിയ സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷനുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതെല്ലാം സഹകരണ സംഘങ്ങളിൽ അല്ലെങ്കിൽ മേഖലയിലാണ് ജോലി ഒഴിവുള്ളത് എന്നൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഏകദേശം 28,000 മുതൽ 66,470 വരെ ശമ്പളം ലഭിക്കാവുന്ന പോസ്റ്റുകളുണ്ട്. പിന്നെ വരുന്നത് കാറ്റഗറി നമ്പർ 13/2023 ആണ്. ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യർ വിഭാഗത്തിലേക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അപേക്ഷ നേരിട്ടോ തപാൽ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. മറ്റുള്ള എല്ലാ തസ്തികകളും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഇത് തപാൽ മുഖേനയോ നേരിട്ടോ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് SSLC ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലന്റ് ക്വാളിഫിക്കേഷനോട് കൂടി തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ പാസ്സായിരിക്കാം. അതായിരിക്കും അടിസ്ഥാന യോഗ്യത ഉണ്ടായിരിക്കുക. GDC അല്ലെങ്കിൽ GDCM ഇതിലേക്ക് GDC ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ JDC ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ HDC HDM ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് തന്നെ ഇതിൻ്റെ PDF കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഏകദേശം 75ഓളം ബാങ്കുകളിലേക്ക് വേണ്ടിയിട്ടാണ് ക്ലർക്ക് ക്യാഷ്യർ നിയമനം വന്നിരിക്കുന്നത്. പിന്നെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണ് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് ക്ലാസ് BTech ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ്, IT ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ MCA MSc ഉള്ളവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഇതിലേക്ക് വേണ്ട ഫസ്റ്റ് ക്ലാസ് BTech ഡിഗ്രിയാണ് ഇതിലേക്ക് വേണ്ടത്. കമ്പ്യൂട്ടർ സയൻസ് ഓർ IT ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, MCA അല്ലെങ്കിൽ MSc ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരുന്നത്. അതുപോലെ പിന്നെ സിസ്റ്റം സൂപ്പർവൈസർ എന്ന് പറഞ്ഞ തസ്തികയിലേക്കാണ് അപേക്ഷിക്കേണ്ടത്.
അതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അതിലേക്ക് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം അല്ലെങ്കിൽ PGDC ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ടൈപ്പിസ്റ്റ് ആണ്. ടൈപ്പിസ്റ്റ് ഒഴിവ് വന്നിട്ടുണ്ട്. അതിലേക്കും നിങ്ങൾക്ക് SSLC അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ KGT ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. തീർച്ചയായും താല്പര്യമുള്ള ആളുകൾ ഉടൻ തന്നെ അപേക്ഷിക്കുക. താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുടെ ഉടൻ തന്നെ ഫോളോ ചെയ്യുക. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.